ഇറാനിലെ സൈനിക ഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് കടുത്ത വ്യോമാക്രമണം ആരംഭിക്കുന്നു. എന്നാൽ 100 ദിവസം പിന്നിട്ടിട്ടും ഈ യുദ്ധത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല. വൻ വിജയ പ്രഖ്യാപനങ്ങളോടെ യുദ്ധത്തിനിറങ്ങിയ സൂപ്പർ പവറായ അമേരിക്കയ്ക്ക് ഇന്ന് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാണം കെട്ട പരാജയം ഒഴിവാക്കാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വന്നിരിക്കുകയാണ്. അതെ, ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒടുവിൽ ഏകപക്ഷീയമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഏറ്റവും വലിയ നാണക്കേടാണ് അമേരിക്കയ്ക്കും ട്രംപിനും ഉണ്ടായിരിക്കുന്നത്, അതും ഈ യുദ്ധ ചരിത്രത്തിൽ തന്നെ. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒന്നായിരുന്നു ഈ ഒരു പിന്മാറ്റം കൂടി. പക്ഷേ കൗതുകകരമായിട്ടുള്ള കാര്യം എന്തെന്നാൽ ഇത്രയൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടും ഇറാനെ തണുപ്പിക്കാനോ തങ്ങൾ ഉദ്ദേശിച്ച സമാധാന ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് ഇറാനെ എത്തിക്കാനോ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിനിടയിൽ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ പലവട്ടം ചർച്ചകൾക്ക് വഴി തുറന്നെങ്കിലും ഒരു ചർച്ച പോലും ഒരു ദിവസം പോലും തികച്ചു നീണ്ടു നിന്നില്ല. മാത്രമല്ല, ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിന്മേലും ആണവ നയങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ സമാധാന ചർച്ചകളെല്ലാം തുടക്കത്തിലെ പാളിപ്പോവുകയും ചെയ്തു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ പല നയതന്ത്ര പരിശ്രമങ്ങളും മണിക്കൂറുകൾക്കകം അവസാനിച്ചു. യുദ്ധം തീരും, ഇപ്പോൾ ഒപ്പുവെക്കും എന്ന് ട്രംപ് പറയുമ്പോഴും ഒന്നും നടക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അമേരിക്ക തോറ്റുകൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ജയിച്ചു എന്ന് നാട്ടുകാരോട് പറയണം. അതിന് അമേരിക്ക എന്തു ചെയ്തു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റവും ഒടുവിലുണ്ടായ യുദ്ധസമാനമായിട്ടുള്ള സംഘർഷം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ അവസാനിപ്പിച്ചത് താനാണ് എന്ന വാദം വരെ ട്രംപ് ഈ ഒരു യുദ്ധത്തിൽ മുഴക്കി. പിന്നീട് പതിയെ ട്രംപിന്റെ വാക്കുകളുടെ മൂർച്ചയും മാറിമറിഞ്ഞു. അവർ ഒരു കരാറിലെത്താൻ ഒരുപാട് വൈകിച്ചു, ഇനി അവർ അതിനുള്ള വില നൽകേണ്ടി വരും എന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സമാധാനത്തിന് വേണ്ടി വാദിച്ചിരുന്ന ട്രംപ് ഇറാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടതോടെ വീണ്ടും കടുത്ത ഭീഷണികളുമായിട്ട് രംഗത്തെത്തി. ഇവിടെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള കടുത്ത ഭിന്നത ഉടലെടുക്കുന്നത്, അല്ലെങ്കിൽ ചർച്ചയാകുന്നത്. അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇസ്രയേൽ ലെബനനിലും സിറിയയിലും ഇറാൻ താല്പര്യങ്ങൾക്ക് നേരെയും ആക്രമണം തുടരുന്നത് ട്രംപിന്റെ നയതന്ത്ര ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറി. അമേരിക്കയ്ക്ക് ഒരു നാണം കെട്ട പരാജയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എന്നാൽ നെതന്യാഹുവിന് സ്വന്തം രാഷ്ട്രീയ അതിജീവനത്തിനായിട്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോകണം. ഇതിനിടയിൽ ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്ക അവർക്ക് താല്പര്യമുള്ള ചില ഇടപാടുകൾക്ക് ശ്രമിച്ചു. പക്ഷേ ഇറാൻ വെറുതെ ഇരുന്നില്ല. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾക്ക് അകമ്പടി പോയ അമേരിക്കയുടെ അപ്പാച്ചി ഹെലികോപ്റ്റർ ഇറാൻ തകർത്തെറിഞ്ഞു. യുദ്ധം ഇന്ന് 100 ദിവസം പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് അമേരിക്കയുടെ പടക്കപ്പലുകൾ, ഈ പറയുന്ന അയൺ ഡോം, താടി എന്ന് പറയുന്ന അത്യാധുനിക സംവിധാനങ്ങൾ എല്ലാം ഇറാൻ തകർത്തു എന്നുള്ളതാണ്. അതായത് എല്ലാം തൊടുത്തുവിട്ടു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അവർ തൊടുത്തുവിട്ട പലതിനെയും ഇറാന് തടുക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിനെ തീർക്കാൻ ഇറാന് കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു ഹെലികോപ്റ്റർ വരെ എത്തി നിൽക്കുമ്പോൾ ട്രംപ് ആകെ ഭയന്നു. കാരണം ട്രംപിന്റെ കിളി പോയി. അത്രത്തോളം ട്രംപിനേറ്റ പ്രഹരമായിരുന്നു ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററിന്റെ വലിയ രീതിയിലുള്ള തകർച്ച എന്ന് പറയുന്നത്. ഇറാന് നേരെ പിന്നീട് തുടർച്ചയായിട്ട് 2 ദിവസം അമേരിക്ക ബോംബ് വർഷം നടത്തി. ട്രംപിന്റെ ഈഗോയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു ബോംബ് വർഷം. പക്ഷെ അത് വലിയ തിരിച്ചടിയായിട്ട് മാറി. അതായത് തിങ്കളും ചൊവ്വയും സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാന് നേരെ അമേരിക്ക ബോംബ് ആക്രമണം നടത്തിയിരുന്നത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇത് അവസാനത്തെ ആക്രമണമാണ് എന്നും തങ്ങൾ ലക്ഷ്യം കണ്ടു എന്നും ഇനിയില്ല എന്നുമായിരുന്നു അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അതായത് അങ്ങോട്ടേക്ക് പോയി യുദ്ധം നടത്തി പെട്ടെന്ന് ഈ യുദ്ധം അവസാനിച്ചു, ഇനി ഒന്നുമില്ല എന്ന് പറയുകയാണ്. പക്ഷെ ഇതിന് തിരിച്ചടിയായിട്ട് ഇറാൻ വലിയൊരു പ്രത്യാക്രമണം അമേരിക്കയിലേക്ക് നടത്തി. അതായത് ഈ അമേരിക്കയുടെ ആക്രമണത്തിൽ തെക്കൻ തെഹ്റാനിലും പോർട്ട് സിറ്റി ആയിട്ടുള്ള ബന്ദർ അബ്ബാസിലും കോഷൻ ദ്വീപിലും അമേരിക്ക ആക്രമണം ഉണ്ടായതായിട്ട് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ഒരു ആക്രമണത്തിന് ശേഷം തങ്ങൾ ലക്ഷ്യം കണ്ടു എന്നായിരുന്നു അമേരിക്കയുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പ്രഖ്യാപനം. പക്ഷേ ഇറാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീണ്ടും തിരിച്ചടിക്കുന്നു. കുവൈറ്റിന് നേരെയാണ് ആ രാത്രിയിൽ പലതവണ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. അതായത് യുദ്ധം ഇപ്പോൾ വെറും ഒരു അമേരിക്ക ഇസ്രയേൽ ഇറാൻ പോരാട്ടമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് ഗൾഫ് മേഖലയാകെ വിഴുങ്ങുന്ന ഒരു വൻ യുദ്ധമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. അതായത് കുവൈറ്റ്, ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന ടാർഗറ്റുകൾ. വലിയ പ്രഹരമായിരുന്നു അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് നടന്നത്. തങ്ങളുടെ മണ്ണിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ US അനുവദിക്കുന്നു എന്ന് ആരോപിച്ചാണ്
ഈ ഒരു അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും തിരിച്ചുവിട്ടിരിക്കുന്നത്. മിക്ക ഡ്രോണുകളും നിർവീര്യമാക്കാൻ കഴിഞ്ഞു എന്ന് ബഹ്റിനും കുവൈറ്റും അവകാശപ്പെടുമ്പോഴും പുറത്തുവരുന്ന പല ദൃശ്യങ്ങളും തെളിയിക്കുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതാണ്. ഇനി ഇറാന്റെ മിലിറ്ററി കപ്പാസിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നൊക്കെ ട്രംപ് ഇടയ്ക്കിടെ പറഞ്ഞെങ്കിലും എല്ലാ ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണം നടത്താൻ ഇറാന് കഴിയുന്നുണ്ട് എന്നത് ഞെട്ടിക്കുന്ന വലിയൊരു കാര്യമാണ്. അതായത് അമേരിക്കയുടെ മിസൈൽ സിറ്റി തീർന്നു, ആണവങ്ങൾ തീർന്നു, സകല സന്നാഹങ്ങൾ ഞങ്ങൾ തൂത്തുവാരി അതിനെ അടിച്ചു നിലംപരിശാക്കി എന്ന് അമേരിക്ക അവകാശപ്പെടുന്ന അതേ ഇറാനിൽ നിന്നാണ് 30 മിസൈലുകൾ ഒരു ദിവസം ഇസ്രയേലിലേക്കും 20 അമേരിക്കയുടെ 20 സ്ഥലങ്ങളിലേക്ക് ഇറാന്റെ മിസൈൽ മഴ നടന്നതും. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ടും ഇറാനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത്. അമേരിക്കയുടെ അതീവ സുരക്ഷിത അപ്പാച്ചെ ഹെലികോപ്റ്റർ പോലും അവർ തകർത്തു എന്നത് മാത്രമല്ല, പെടുന്നനെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബ്ലോക്കേഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഒരു തരത്തിലുള്ള ഗതാഗത നീക്കവും അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ എണ്ണക്കപ്പലുകൾക്ക് പോലും പോകാൻ അനുമതി കൊടുത്തിരിക്കുന്നത് ലംഘിച്ചുകൊണ്ട് നീങ്ങിയ അമേരിക്കൻ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് യുദ്ധം രൂക്ഷമായിട്ട് പോവുകയാണ്. ഈ സംഘർഷം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഈ ഹോർമുസ് കടലിടുക്കിലെ ബ്ലോക്കേഡ് അമേരിക്ക പിൻവലിച്ചാലും ഇല്ലെങ്കിലും അതിശക്തമായിട്ടുള്ള രീതിയിൽ ഇറാൻ നിയന്ത്രണം പിടിച്ചെടുത്തിരിക്കുകയാണ്. അവിടേക്ക് ഒരു തരത്തിലുള്ള ചലനവും സാധിക്കാത്ത എണ്ണ പ്രതിസന്ധി മൂർച്ഛിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി യുദ്ധം വ്യാപിച്ചതോടെ ഈ പ്രതിസന്ധി ഇനി ഒരിക്കലും അവസാനിക്കില്ല എന്ന ഭീതിദയമായിട്ടുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ട് UAEയും കുവൈറ്റും സൗദി അറേബ്യ എല്ലാം തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളെല്ലാം പൂർണ്ണമായിട്ടും വഴിമുട്ടി. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും മണിക്കൂറുകൾക്കകം പുതിയ സ്ഫോടനങ്ങളിലൂടെ അത് തകരുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒമാൻ തീരത്ത് വെച്ച് ഒരു കപ്പലിന് നേരെ നടന്ന ക്രൂരമായിട്ടുള്ള ആക്രമണത്തിനെതിരെ ഇന്ത്യ ഇപ്പോൾ അതീവ ശക്തമായിട്ട് പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പലാവ് പതാകയേന്തിയ സെറ്റി ബെല്ലോ എന്ന് പറയുന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഔദ്യോഗികമായിട്ട് മറ്റൊരു രാജ്യത്തിന്റെ പതാകയാണെങ്കിലും ഇത് പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യൻ കപ്പലാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ലോകത്തെ ഞെട്ടിച്ച കാര്യം ഈ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് മറ്റാരുമല്ല, സാക്ഷാൽ അമേരിക്ക തന്നെയാണ് എന്നതാണ്. ഈ ഒരു കപ്പൽ ഇറാനിൽ നിന്ന് നിയമവിരുദ്ധമായിട്ട് എണ്ണ നീക്കം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അമേരിക്കൻ നാവികസേന കപ്പലിന് നേരെ ബോംബ് വർഷിച്ചത്. അമേരിക്കയുടെ ഈ ഒരു ദാക്ഷിണ്യമില്ലാത്ത ആക്രമണത്തിൽ 2 ഇന്ത്യൻ നാവികർ ദാരുണമായിട്ട് കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. കപ്പലിലുണ്ടായിരുന്ന മറ്റു 21 ഇന്ത്യ ജീവനക്കാരെ വൻ ദുരന്തത്തിൽ നിന്നും അതിസാഹസികമായിട്ടാണ് പിന്നീട് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ യുദ്ധം വലിയ രീതിയിൽ തന്നെ മുറുകുകയാണ്. എന്തായാലും വാഷിംഗ്ടണിലെ ട്രംപ് ഭരണകൂടത്തിന് നേരെ ഇന്ത്യൻ തങ്ങളുടെ കടുത്ത നയതന്ത്ര പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. സമാധാന കപ്പലുകൾക്ക് നേരെ മുൻപിൽ നോക്കാതെ അമേരിക്ക നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ട്രംപിന്റെ ഈഗോ യുദ്ധത്തിൽ നിരപരാധികളായിട്ടുള്ള ഇന്ത്യൻ നാവികർ ഇരയാകേണ്ടി വന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം. ചുരുക്കത്തിൽ ഫെബ്രുവരി 28-ന് തുടങ്ങി ജൂൺ പകുതിയായിട്ടും അവസാനിക്കാത്ത ഈ ഒരു യുദ്ധം ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാൻ സ്വന്തം ഇമേജ് സംരക്ഷിക്കാൻ ഇന്ത്യൻ നാവികരുടെ ജീവനെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്ന ഇസ്രയേൽ വീണ്ടും ഓരോരോ യുദ്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് ലെബനാനിലേക്ക് ആക്രമണം നടത്തും എന്ന് പറയുകയാണ്. എന്തായാലും ഈ 3 ശക്തികൾക്കിടയിൽ പെട്ട് ലോകം വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഇന്ത്യയുടെ കടുത്ത നിലപാട് ട്രംപിനെ മാറ്റി ചിന്തിപ്പിക്കുമോ എന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ പെട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളാണ്. അവിടെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാണ്. എന്തായാലും ജനജീവിതം വലിയ രീതിയിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിടുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ യുദ്ധം വീണ്ടും മുറുകുന്നത്. ഇത് ഒരുപക്ഷെ ലോകത്തെ മൊത്തത്തിൽ വലിയൊരു രീതിയിൽ സ്തംഭിപ്പിക്കാൻ കാരണമായേക്കാം. കാരണം ഹോർമുസ് പൂർണ്ണമായിട്ടും അടച്ച സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം വരാം, ജോലി നഷ്ടപ്പെടാം, മരുന്നുകൾ കിട്ടാതെയാകാം, ചിലപ്പോൾ ഒരുപാട് പേരുടെ ജീവൻ തന്നെ പോകാനുള്ള അല്ലെങ്കിൽ ഇടയാവാനുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ നീക്ക്.